നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഓട്ടോറിക്ഷ അപകടകരമായ രീതിയിൽ കയറി വന്നതിനെ ചൊല്ലി സംഘർഷം. ഹെൽമറ്റ് കൊണ്ടുള്ള ബൈക്ക് യാത്രികന്റെ ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. LDF പാർലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. അമ്മാടം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു കൺവെൻഷൻ. പാർലം മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി 151 അംഗ കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി. വാർത്തകൾ വിശദമായി. ഓട്ടോറിക്ഷ അപകടകരമായ രീതിയിൽ കയറി വന്നതിനെ ചൊല്ലി സംഘർഷം. ഹെൽമറ്റ് കൊണ്ടുള്ള ബൈക്ക് യാത്രികന്റെ ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. പൂച്ചിന്നിപ്പാടത്താണ് സംഭവം നടന്നത്. റോങ് സൈഡിലൂടെ ഓട്ടോ വന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കത്തിന് പിന്നാലെ ബൈക്ക് യാത്രികൻ ഹെൽമറ്റ് ഊരി ഓട്ടോ ഡ്രൈവറുടെ തലയ്ക്കടിക്കുകയായിരുന്നു. തുടർന്ന് നടുറോഡിൽ ഇരുവരും തമ്മിൽ കയ്യാങ്കളിയും നടന്നു. സംഭവത്തിൽ ബൈക്ക് യാത്രികൻ വിയ്യൂർ പോട്ടർ സ്വദേശി തോട്ടുവര വീട്ടിൽ ജിതിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഓട്ടോ ഡ്രൈവർ കരുവന്നൂർ എട്ടുമന സ്വദേശി പുലാക്കൽ വീട്ടിൽ മുഹമ്മദ് അലി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. LDF പാർലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. അമ്മാടം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു കൺവെൻഷൻ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആ രണ്ട് കൂട്ടരും കണക്കാണെന്ന് പറയുന്നത് നമ്മൾ ഭരിച്ചിട്ട് ഗുണമില്ല എന്ന് എത്തിച്ചേരാനാണ്. എല്ലാവരും കണക്കാണ്. ആര് ഭരിച്ചാലും ഒക്കെ കണക്കാണ്. പണിയെടുത്തോ നമുക്ക് ജീവിക്കാം. ഈ ആശയഗതി ജനങ്ങൾക്കകത്ത് നല്ലപോലെ കയറി വരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ന്. എല്ലാവരും ഒരുപോലെയാണോ? ഇപ്പൊ കേന്ദ്രം BJP ഭരിക്കുന്നുണ്ട്, കേരളം ഇടതുപക്ഷം ഭരിക്കുന്നുണ്ട്. ആർക്കും ഗുണമില്ലാത്ത ഒരു UDF-ഉം BJPയുടെ കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മൾ നോക്കിയാൽ ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയിൽ ഫണ്ട് വെട്ടിച്ചു കൊടുക്കുക. ഈ പറയുന്നതിന്റെ അർത്ഥം ഇനിമേൽ ആരോഗ്യ രംഗത്ത് സർക്കാർ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വയറുവേദന വന്നാൽ 10,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ചികിത്സിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് പിടഞ്ഞു മരിച്ചോളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് കേവലം ഇടതുപക്ഷക്കാർ മാത്രമല്ല, അവർ വോട്ട് ചെയ്ത BJP-ക്കാരടക്കമുള്ളവർക്കും ഇവരെ അറിഞ്ഞും അറിയാതെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കും ഇത് ബാധകല്ലേ? ഇത് ജനകീയമാണോ ജനവിരുദ്ധാണോ? നേരെ ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ എല്ലാവർക്കും സൗജന്യമായ ചികിത്സ പ്രഖ്യാപിച്ചു. എല്ലാവരും അവരും ഇവരും കണക്കാം. PV സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മുന്നണി ഐക്യത്തോടുകൂടി വളരെ നല്ല നിലയിൽ മികവാർന്ന ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ മുന്നണി സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റി രൂപീകരണവും ആ വിജയ സാധ്യതയെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഈ ചേർന്ന പഞ്ചായത്ത് കൺവെൻഷനിൽ
പങ്കെടുത്ത മുഴുവൻ സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നേരത്തെ സുഭാഷ് സൂചിപ്പിച്ചതുപോലെ ഉറക്കമില്ലാതെ നമ്മുടെ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുഴുവൻ സംഘങ്ങളും രംഗത്തുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് CC മുകുന്ദൻ MLA, PA വോഗീസ്, KK ജോബി, അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത, സെബി ജോസഫ് പെല്ലിശ്ശേരി, TR മീര, ഷീല വിജയകുമാർ, TG വിനയൻ, PB ഷാജൻ, സുഭാഷ് മാരാത്ത എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് PV സുബ്രഹ്മണ്യൻ, സെക്രട്ടറി PB ഷാജൻ, ട്രഷറർ TG വിനയൻ എന്നിവരുടെ നേതൃത്വത്തിൽ 501 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി. പാർലം മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി 151 അംഗ കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി. വെങ്ങണിശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. സ്വന്തം കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്റെ കൂടെ തന്റെ മുന്നണിയിലുള്ള മറ്റ് കക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ അംഗീകരിക്കാതെ പിണറായി വിജയൻ PM ശ്രീ ഒപ്പുവെച്ച് തിരിച്ചു വന്ന ഒരു കഥയാണ് നമ്മളൊക്കെ കണ്ടത്. അതിന് തലേ ദിവസം പോലും CPIയുടെ നേതാക്കൾ, മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി നമുക്ക് PM ശ്രീ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്താണ്, നമുക്കതിനെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായി അഭിപ്രായം പറഞ്ഞ CPIയുടെ നേതാക്കളോട് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് PM ശ്രീയിൽ ഒപ്പുവെച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ അവരുടെ മുമ്പിലേക്ക് വന്നിരുന്ന ഒരു മുഖ്യമന്ത്രിയെ ചതിയൻ എന്നല്ലാതെ വഞ്ചകൻ എന്നല്ലാതെ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? പിന്നീട് അങ്ങോട്ട് അവരുടെ കൃത്യമായ ഇടപെടലുകൾ, അത് ഇപ്പോൾ നമുക്ക് അതിനെ വിശ്വസിക്കാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഒരു അടവ് നയമായി ഇരട്ടത്താപ്പാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക നിലപാടെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയായിരിക്കും പിണറായി വിജയന്റെ നിലപാട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വം മാത്രം കാക്കുന്ന മുന്നണി മര്യാദകൾ പോലും പാലിക്കാൻ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിനും ഇനിയും നമ്മൾ എതിരായി വിധിയെഴുത്ത് നടത്തേണ്ടത്, അല്ലെങ്കിൽ വിധിയെഴുത്ത് നടത്തിയില്ലെങ്കിൽ അത് നമ്മുടെ നാടിന്റെ പതനത്തിലേക്കുള്ള പോക്കായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും അതിനെതിരായി വിധി എഴുതുക തന്നെ വേണം. DCC വൈസ് പ്രസിഡന്റ് CU ജേക്കബ് അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ, DCC സെക്രട്ടറി TK പൊറിഞ്ചു, സുനിൽ ലാലൂർ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി CK വിനോദ്, AP രാമകൃഷ്ണൻ, ബിന്ദു അശോകൻ, M സേതുമാധവൻ, ചേർപ്പ് ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ, പാർലം പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരെ സോണിയാഗിരി ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് 3 ബ്ലോക്ക് ഡിവിഷൻ 17 വാർഡുകൾ എന്നിവയിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷണൽ ലോചന അമ്പാട്ടാണ് NDA സ്ഥാനാർത്ഥി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കോടന്നൂർ ഡിവിഷനിൽ ലിജീവ് പയ്യപ്പാട്ട, വിങ്ങണിശ്ശേരി ഡിവിഷനിൽ പ്രദീപ് പാണപ്പറമ്പിൽ, അമ്മാടം ഡിവിഷനിൽ KV വിജിത്ത, പള്ളിപ്പുറം ഡിവിഷനിൽ മീന മോഹൻ എന്നിവർ മത്സരിക്കും. വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ ക്രമപ്രകാരം ഇവരാണ്. വാർഡ് 1 ലിസി ചാക്കോ, 2 പ്രനിത സഹിൽ, 3 ഷീബ വേട്ടിയാട്ടിൽ, 4 ഡാലി ബിനോയ്, 5 വീണ ബിനോയ്, 6 രാധാകൃഷ്ണൻ കടുപടി, 7 അനിത പ്രസന്നൻ, 8 മനീഷ് ശിവപുരം, 9 തുഷാര രഞ്ജിത്ത, 10 പ്രീത ബൈജു, 11 MR രജീഷ്, 12 സുരേഷ് പണിക്കശ്ശേരി, 13 ലാലു ഷാജു, 14 മനോജ് അയ്യപ്പത്ത്, 15 അച്യുതൻ കണാറ, 16 പ്രസീത സന്ദീപ്, 17 ഓമന മങ്ങാടൻ എന്നിവരാണ് NDA സ്ഥാനാർത്ഥികൾ. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി കുറുമായിക്കുളം റോഡ് പുനരുദ്ധാരണം പാതി വഴിയിൽ. 17ാം വാർഡിലെ റോഡിന്റെ അവസ്ഥയിൽ ദുരിതത്തിലായി നാട്ടുകാർ. ചേർപ്പ് പടിഞ്ഞാറ്റുമുറി കൂറുമായിക്കുളം റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 6 മാസമായി നിലച്ച മട്ടാണ്. റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. റോഡിന്റെ ടാറിംഗ് പണികൾക്കായി 6 മാസം മുൻപാണ് പഴയ ടാർ ഇളക്കി മാറ്റിയത്. ഇതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ചു. ടാറിംഗ് ഇളക്കി മാറ്റിയതോടെ റോഡിൽ നിറയെ കല്ലുകളും മണ്ണുമായി നിറഞ്ഞു. ഇതോടെ ഇതുവഴിയുള്ള യാത്രയും ദുഷ്കരമായിരിക്കുകയാണ്. തുടർച്ചയായ അപകടങ്ങൾക്കാണ് റോഡിന്റെ ദുരവസ്ഥ കാരണമാകുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിലെ കല്ലുകൾ തെന്നി നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടാകുന്നത്. നിരവധി യാത്രക്കാർ
പേർക്കാണ് ഇതിനകം പരിക്കേറ്റത്. രാത്രികാലങ്ങളിൽ റോഡിലെ കുഴികൾ തിരിച്ചറിയാൻ കഴിയാത്തത് അപകടാവസ്ഥ വർദ്ധിപ്പിക്കുന്നതാണ്. പ്രശ്നം ചൂണ്ടിക്കാട്ടി വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവരെ പലതവണ ബന്ധപ്പെട്ടിട്ടും യാതൊരു പ്രതികരണവും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വീടിൻ്റെ മുന്നിലുള്ള ഈ കുറുമായിക്കുളം റോഡ് പൊളിച്ചിട്ടിട്ട് 4-5 മാസത്തിൽ കൂടുതലായി. അതുടനെ ചെയ്യുന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് JCB കൊണ്ടുവന്നിട്ട് അവിടുത്തെ പഴയ ടാറൊക്കെ കുത്തിപ്പൊളിച്ച് ഒരു 2-3 ആഴ്ച മുന്നിലിട്ടു. അത് എന്നിട്ട് ഇന്നത് ശരിയാക്കും, നാളെ ശരിയാക്കുമെന്നും പറഞ്ഞൊക്കെയാണ് മെമ്പർ പോയത്. പക്ഷെ ഇതേവരെ അത് ഒന്ന് ശരിയാക്കുക, അതിന് വേണ്ട നടപടികളെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. പലരും മോട്ടോർ സൈക്കിളിൽ നിന്നും സ്കൂട്ടറിൽ നിന്നും സൈക്കിളിൽ നിന്നൊക്കെ വീണ് പരിക്ക് പറ്റിയിരിക്കുന്നു. അപ്പോൾ അത് ഉള്ള നേരത്തെ ഒന്ന് അധികാരികൾ അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധ വെച്ചിട്ട് ഒന്ന് ശരിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനോ യാത്രാക്ലേശം പരിഹരിക്കാനോ അധികൃതർ ശ്രദ്ധിക്കുന്നില്ലെന്നും പരാതി ഉയർന്നിരിക്കുകയാണ്. റോഡ് പണി പൂർത്തിയാക്കാത്തതാണ് കാരണം. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ എന്നിവരുൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ദുരിതത്തിലായത്. കുറുമായിക്കുളം റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം ഉടൻ പുനരാരംഭിച്ച് ടാറിംഗ് പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചേർപ്പ് കോമ്രേഡ് ഡ്രൈവിംഗ് സ്കൂളിന് സമീപം ആളൂക്കാരൻ വീട്ടിൽ ജോസ് മോൻ മകൻ 27 വയസ്സുള്ള സനലാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെ പടിഞ്ഞാട്ടുമുറി 4 കൂടിയ സെന്ററിലായിരുന്നു അപകടം. തൃപ്രയാർ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന സനൽ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാരും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. മൃതദേഹ സംസ്കാരം ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടത്തി. അനു ഭാര്യയും നോവ മകളുമാണ്. ഷൈജ അമ്മയും അലീഷ സിൽജോ സഹോദരിയുമാണ്. AKTA പാർലം യൂണിറ്റ് കൺവെൻഷൻ നടന്നു. പാർലം സൊസൈറ്റി ഹാളിലായിരുന്നു കൺവെൻഷൻ. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിത റോയ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അത് നിങ്ങൾ അടുത്ത വർഷം നികത്തി തരില്ലേ? എങ്ങനെ? പുതിയ മെമ്പർമാരെ ചേർത്തിട്ട്. നമുക്കറിയാം, നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ ഈ വർഷം മെമ്പർഷിപ്പ് 3,76,400 മെമ്പർഷിപ്പാണ്. 3,76,400 പറയാറില്ലേ? അതിന്റെ ഒരു ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പോടുകൂടി ആര് നിൽക്കുന്നുണ്ട്? ആരാ നിൽക്കുന്നേ? നമ്മുടെ ജില്ല. എത്ര? ഞങ്ങൾക്ക് സർക്കുലർ കിട്ടിയിട്ടില്ലേ? സർക്കുലർ കണ്ടോ? നമ്മളുടെ സംസ്ഥാനത്ത് നമ്മളുടെ സംഘടനയുടെ മെസ്സേജുകൾ, അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ 1 മിനിറ്റോട് തന്നെ 1 സെക്കൻഡോട് തന്നെ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഇടങ്ങളിലേക്ക് കിട്ടും. എങ്ങനെ? വാട്സപ്പ് മെസ്സേജിലൂടെ കിട്ടുന്നില്ലേ? അപ്പൊ ഈ പ്രാവശ്യം സർക്കുലർ ഉണ്ട്. ആ സർക്കുലറിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജില്ലാ മെമ്പർഷിപ്പ് 67,982. എത്ര? 67,982 മെമ്പർഷിപ്പാണ്. അതിൽ നമ്മൾ പുതിയത് ചേർത്തത്, ജില്ല പുതിയത് ചേർത്തത് 5,063. ആ 6 കൂടി കൂട്ടിയിട്ട്, ഏതാണ് ഇവിടത്തെ 6 കൂടി കൂട്ടിയിട്ട് 5,063 മെമ്പർഷിപ്പാണ് നമ്മുടെ ജില്ലയിലുള്ളത്. സംസ്ഥാനത്ത് ആകെ പുതിയ മെമ്പർഷിപ്പ് 36,845. യൂണിറ്റ് പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി ശോഭ സന്തോഷ് വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ രശ്മി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ജയശ്രീ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KS ബാലകൃഷ്ണൻ, ആറാട്ടുപുഴ, കോടന്നൂർ, പെരുമ്പിളിശ്ശേരി എന്നീ യൂണിറ്റുകളുടെ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. വിവിധ പ്രമേയങ്ങൾ കൺവെൻഷനിൽ അവതരിപ്പിച്ചു. തൃശൂർ മൃഗശാലയിലെ കടുവ ചത്തു. സംസ്ഥാന മ്യൂസിയം മൃഗശാലയിലെ ഋഷിരാജ് എന്ന ആൺ കടുവയാണ് ചത്തത്. 25 വയസ്സ് പ്രായമുള്ള കടുവയാണ് ചത്തത്. കടുവയ്ക്ക് പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസമായി കടുവയ്ക്ക് പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു. തീർത്തും ചലനശേഷി ഇല്ലാതായ കടുവയ്ക്ക് വായിൽ നേരിട്ട് ഭക്ഷണം കൊടുത്ത് ഫീഡിംഗ് നടത്തുകയായിരുന്നു. CCTV അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നിരീക്ഷിച്ചായിരുന്നു ചികിത്സ.
എന്നാൽ കഴിഞ്ഞ രാത്രിയോടെ ഭക്ഷണം കഴിക്കാതിരുന്നതിന് പിന്നാലെയാണ് കടുവ ചത്തത്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മൃഗശാല സൂപ്രണ്ട് അനിൽകുമാർ പറഞ്ഞു. വയനാട്ടിലെ കാട്ടിക്കുളത്ത് നിന്ന് പിടികൂടിയ കടുവയെ 2015 തൃശൂർ മൃഗശാലയിൽ എത്തിച്ചത്. പിടികൂടുമ്പോൾ 15 വയസ്സായിരുന്നു കടുവയ്ക്ക്. തൃശൂർ മൃഗശാലയിൽ ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഋഷിരാജ് എന്ന കടുവ മരണപ്പെടുകയുണ്ടായി. മരണപ്പെടുമ്പോൾ അതിന് പ്രായം ഏകദേശം 25 വയസ്സോളമാണ് ഉണ്ടായിരുന്നത്. 14/7/2015 കാട്ടിക്കുളം, വയനാട്ടിലെ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് വെച്ച് പിടികൂടിയ കടുവയായിരുന്നു ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷം അതിന് ശേഷം കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഉദ്ദേശം 25 വർഷം അതിന് പ്രായമുണ്ടായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുമായി അത് കുറച്ചു കാലം സന്ദർശകരെ കാണിക്കാതെ മാറ്റി മറ്റൊരു കൂട്ടിൽ അതിന് വേണ്ട ചികിത്സ ഏർപ്പെടുത്തി വരികയായിരുന്നു. അവസാന ദിവസങ്ങളിൽ ശരീരമൊന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ നൽകുന്ന രീതിയിലായിരുന്നു അതിൻ്റെ കീപ്പർ അതിനെ പരിചരിച്ചത്. കടുവയുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കേണ്ട അവസ്ഥയും അതുപോലെ വെള്ളം സിറിഞ്ചിലും അതുപോലെ ചെറിയ ട്യൂബിലുമാക്കിയാണ് അതിന് അവസാന നാളുകളിൽ കൊടുത്തത്. അപ്പോൾ അവസാന നാളുകളിൽ തീരെ അതിന് അനങ്ങാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ യേശു ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ ആഘോഷിച്ചു. വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റാലിയോടെയായിരുന്നു ആഘോഷം. റാലിക്ക് ശേഷം നടന്ന ചടങ്ങിൽ കണ്ടശാംകടവ് ഫൊറോന വികാരിയും തൃശൂർ അതിരൂപത വിശ്വാസ പരിശീലന മുൻ ഡയറക്ടറുമായ ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ക്രിസ്തുരാജന്റെ ഫാൻസി ഡ്രസ് മത്സരം അരങ്ങേറി. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ മാത്യു ഇരിമ്പൻ, സുനിൽ കുറ്റിക്കാടൻ, ജെയിംസ് തട്ടിൽ, ആൻഡോ ചാലിശ്ശേരി, വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ പോളി ജോൺസൺ, വിശ്വാസ പരിശീലന PTA പ്രസിഡന്റ് ഷേണോ തട്ടിൽ, വിശ്വാസ പരിശീലകർ, പാരന്റ് കൌൺസിൽ അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കണ്ണുകളുടെ കാഴ്ചക്കുറവിലും ഉൾക്കാഴ്ച നൽകിയ കരുത്തിൽ പഠനത്തിനും കലയ്ക്കും മികവേകി 7ാം ക്ലാസ് വിദ്യാർത്ഥിനി. ചന്ദ്രാപിനി സ്വദേശി അറക്കവീട്ടിൽ നവാസ് ഷെറീന ദമ്പതികളുടെ മകൾ അംന നൽകുന്നത് കാഴ്ചയുടെ പുതിയ സന്ദേശമാണ്. ജന്മനാ തന്നെ വലതു കണ്ണിന് കാഴ്ചയില്ല. ഇടതു കണ്ണിന് 80% കാഴ്ചയും നഷ്ടപ്പെട്ട കുട്ടി. ചന്ദ്രപിന്നി പെരുമ്പടപ്പ SRV UP സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അംന എന്ന മിടുക്കി. അംന എന്ന കുട്ടി മിടുക്കിയായത് ജന്മനാലുള്ള തന്റെ കാഴ്ച പരിമിതിയെ തന്റെ മികവിനാൽ തന്നെ മറികടന്നതുകൊണ്ടാണ്. കാഴ്ച പൂർണ്ണമായും തിരിച്ചുപിടിക്കാൻ ഒട്ടേറെ ചികിത്സയ്ക്കാണ് ചെറുപ്രായത്തിലെ അംന വിധേയയായത്. എങ്കിലും ഫലം കണ്ടെത്താനാകാത്തത് മാത്രം ബാക്കി. രക്ഷിതാക്കൾ നൽകിയ പ്രോത്സാഹനം കാഴ്ചപരിമിതിയെ മറികടക്കാൻ അംനയെ സഹായിച്ചു. അധ്യാപകർ അടുത്തിരുന്ന് പാഠഭാഗങ്ങൾ ഒരു തവണ കുട്ടിയെ വായിച്ചു കേൾപ്പിക്കും. തുടർന്ന് പാഠഭാഗത്തിലെ ഏതു ചോദ്യത്തിനും അംന നൽകുന്ന കൃത്യമായ ഉത്തരം കുട്ടിയുടെ മികവ് തെളിയിക്കുന്നതാണ്. കണ്ണിനോട് ചേർത്ത് പുസ്തകം തുറന്നുവെച്ചാൽ അപൂർണമായെങ്കിലും വായിക്കാനാകുന്ന അവസ്ഥയിലേക്കെത്തി. പതിയെ കുട്ടി അക്ഷരങ്ങളോട് കൂടുതൽ ഇഴുകിച്ചേർന്നു. പുസ്തകത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതുന്ന വാക്കുകൾ ശ്രമപ്പെട്ടെങ്കിലും അംന വായിച്ചെടുക്കും. കയ്പമംഗലം കൂരിക്കുഴി ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു ആദ്യ പഠനം. അംനയിലെ കഴിവുകൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞതായി ചന്ദ്രാപിന്നി SRV UP സ്കൂളിലെ അധ്യാപിക ആശ പറയുന്നു. ചിത്രരചനയ്ക്കൊപ്പം ഗാനാലാപനവും അംന ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത 3 ഇനം മത്സരങ്ങളിൽ അംന നേടിയത് A ഗ്രേഡ് വിജയമായിരുന്നു. നല്ലൊരു ഗായികയാവുക എന്ന സ്വപ്നം അംനയുടെ കണ്ണുകളിൽ തിളക്കത്തോടെ നിൽക്കുകയാണ്. കാലം കഥ പറയും കനകനാളം പ്രഭ ചൊരിയും ചമതകൾ എരിയുമേ സ്മരണതൻ തൊടികളിൽ തടിനികൾ അലസമനുദിനവും ഒഴുകുമേ ഹൃദയമാം മരുവിതിൽ തരംഗമായി കിളിമകൾ പാടിയ പഴമൊഴി. വലപ്പാട് ഉപജില്ലയിലെ UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ലിറ്റിൽ മാസ്റ്റേഴ്സ് പരിശീലന പരിപാടിക്ക് ചന്ദ്രാപിന്നി പെരുമ്പടപ്പ ഗവൺമെന്റ് LP സ്കൂളിൽ തുടക്കമായി. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ളതാണ് പരിശീലനം.
വലപ്പാട് AEO KV അമ്പിളി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡയറ്റ് ഫാക്കൽറ്റി P. പ്രസി അധ്യക്ഷയായി. ഉപജില്ലാ വികസന സമിതി ട്രഷറർ TV വിനോദ, ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപിക മഞ്ജു, HM ഫോറം കൺവീനർ ഷാജി ജോർജ്, വികസന സമിതി വൈസ് ചെയർമാൻ AA ജാഫർ, കൺവീനർ KS സനീഷ് കുമാർ, പ്രൊജക്ട് കോർഡിനേറ്റർ CJ ജെന്നി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുൻ മതിലകം BPC TS സജീവൻ വായനയുടെ സൗന്ദര്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഉപജില്ലയിൽ നിന്ന് LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളിൽ മികച്ച 10 പേർക്കാണ് പരിശീലനം നൽകുന്നത്. വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ക്ലാസുകൾ, സെമിനാറുകൾ, സാഹിത്യ പാഠശാലകൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ, ചരിത്രാന്വേഷണ യാത്രകൾ എന്നിവയാണ് പരിശീലന പരിപാടിയിലുള്ളത്. ശനിയാഴ്ചകളിലും മറ്റ് ഒഴിവ് ദിനങ്ങളിലുമായി 20 ക്ലാസുകളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ജില്ലാ വിദ്യാഭ്യാസ കേന്ദ്രത്തിനാണ് പരിശീലനത്തിന്റെ നടത്തിപ്പ് ചുമതല. വെങ്ങിണിശ്ശേരി സ്വദേശി കോട്ടുങ്ങൽ വീട്ടിൽ ശങ്കരൻ ഭാര്യ ജാനകി നിര്യാതയായി. സംസ്കാരം നടത്തി. പാലക്കൽ സ്വദേശി തേർമഠം ചക്കാലക്കൽ വീട്ടിൽ പരേതനായ ബോബൻ ഭാര്യ ആനി നിര്യാതയായി. 63 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4-ന് പാലക്കൽ സെന്റ് മാത്യൂസ് പള്ളി സെമിത്തേരിയിൽ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,535 രൂപ, പവന് 92,280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഓട്ടോറിക്ഷ അപകടകരമായ രീതിയിൽ കയറി വന്നതിനെ ചൊല്ലി സംഘർഷം. ഹെൽമറ്റ് കൊണ്ടുള്ള ബൈക്ക് യാത്രികന്റെ ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. LDF പാർലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. അമ്മാടം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു കൺവെൻഷൻ. പാർലം മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി 151 അംഗ കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.